നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 216-ാമത്തെ എപ്പിസോഡാണ്. 216-ാമത്തെ. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് സാക്രിഫൈസ് എന്നതിനെ പറ്റി. നേരത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതല്ല ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ. അതും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുള്ള കാര്യമാണ്. അതായത് മറ്റേ സാക്രിഫൈസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരാൾ അയാളുടെ കുടുംബത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്നതും, പിന്നെ വീട്ടുകാരെയൊക്കെ നോക്കുന്നതും, അല്ലെങ്കിൽ ഒരു സഹോദരൻ സഹോദരി കല്യാണം കഴിപ്പിച്ചയക്കുന്നതും, അങ്ങനെയുള്ള ത്യാഗങ്ങളായിരുന്നു ഞാൻ നേരത്തെ ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞത്. ഇപ്പം ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ശരിയായിട്ടുള്ള ത്യാഗം എന്താണ് എന്നതിനെപ്പറ്റി വേദങ്ങളിലും പുരാണങ്ങളിലും ഭഗവത്ഗീതയിലും എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് പിന്നെ ത്യാഗത്തിനെ പറ്റി ഭഗവത്ഗീതയിൽ പറയുന്നത്, ഭഗവാൻ പറയുന്നത്, ഇത് ഒരു അതായത് ഈ ത്യാഗം ചെയ്യുന്നത്, ഒരാൾ ത്യാഗം ചെയ്താൽ അതിൻ്റെ ഫലം ഒരിക്കലും അവനെ ബാധിക്കുന്നില്ല എന്നാണ്. അതായത് സാധാരണഗതിയിൽ ഏത് ആക്ഷനും ഒരു റിയാക്ഷൻ വരുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ത്യാഗം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ദോഷഫലങ്ങളും ബാധിക്കാത്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സാക്രിഫൈസ്, അതായത് ത്യാഗമാണ്. ബാക്കി എല്ലാ ആക്ഷനും അതിന് പിന്നെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടെന്ന് ശാസ്ത്രീയമായിട്ട് വരെ തെളിയിച്ചിരിക്കുക. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എല്ലാ പ്രവൃത്തികൾക്കും ഒരു ഫലം ഉണ്ടാകും, പക്ഷേ ഈ ത്യാഗം എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിന് മാത്രം ദോഷഫലങ്ങളേ ഇല്ലാത്തൊരു കാര്യമാണ്. അതായത് ചെയ്യുന്ന ആൾക്ക് ഒരു ദോഷവും വരത്തില്ല എന്നാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ത്യാഗം എന്ന് പറയുന്നത് അറിവ് പകർന്നു നൽകുക എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന കാര്യം. അതായത് ഒരാൾക്ക് അറിയാവുന്ന കാര്യം മറ്റുള്ളവർക്ക് ഉപയോഗപ്രദം, അവർക്ക് പ്രയോജനപ്പെടും വിധം പറഞ്ഞു കൊടുക്കുന്നതിനാണ് ഏറ്റവും വലിയ ത്യാഗമായിട്ട് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്കറിയാവുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് വേണം കൊടുക്കാൻ എന്നുള്ളതാണ് പുണ്യമായ ത്യാഗം എന്നാണ് ഭഗവത്ഗീതയിലും മറ്റു പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനി പലതരം ത്യാഗങ്ങളുണ്ട്. ചിലർ പിന്നെ വസ്തുക്കൾ ദാനം ചെയ്യും, അല്ലെങ്കിൽ പണം ദാനം ചെയ്യും, ആഹാരം ദാനം ചെയ്യും. ചിലർ യോഗവിദ്യകളായിരിക്കും ദാനം ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാൾ ഏറ്റവും മഹത്തരമായിട്ടുള്ളത് അറിവ്, വിജ്ഞാനം. പറഞ്ഞത് നമ്മളെ വിദ്യാഭ്യാസം നമുക്ക് സൗജന്യമായിട്ട്, പണ്ടൊക്കെ ഗുരുകുലത്തിലൊക്കെ സൗജന്യമായിട്ടൊക്കെ പഠിപ്പിക്കുമായിരുന്നല്ലോ. കുട്ടികളെ പഠിപ്പിക്കുന്നതും ഒക്കെ ഒരു അറിവ് പകർന്നു കൊടുക്കുക എന്ന് തന്നെ. അത് സൗജന്യമായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എല്ലാവർക്കും അത് പറ്റത്തില്ലല്ലോ. അപ്പം അറിവ് എങ്ങനെയായാലും നമുക്ക് പ്രയോജനപ്പെടുത്തുന്ന നമുക്കറിയാവുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് നമ്മൾ സൗജന്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ദാനമായിട്ടും അല്ലെങ്കിൽ ത്യാഗമായിട്ടും കണക്കാക്കുന്നതാണ് പുരാണങ്ങളൊക്കെ പറയുന്നത്. ഞാനും ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പലർക്കും അവരുടെ ഈ ജന്മത്തിൽ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ നേരത്തെ മനസ്സിലാക്കി അതിനുവേണ്ടി ഒരുപാട് മെനക്കെട്ട് കഷ്ടപ്പെട്ടിട്ടാണ് അത് നമുക്ക് സാധിച്ച് കിട്ടുന്നത്. അല്ല വെറുതെ ഒന്നും ആർക്കൊന്നും കിട്ടത്തില്ലല്ലോ. നമ്മുടെ അറിവും നമ്മുടെ പിന്നെ കാര്യങ്ങളുമൊക്കെ നമുക്ക് മാത്രമായിട്ട് കിട്ടുന്നത് നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ചിലവാക്കുക അല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ അത് അവർക്കും പ്രയോജനപ്പെടുത്തക്കവണ്ണം നമ്മൾ അറിവ് പകർന്നു കൊടുക്കണമെന്നാണ് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ തന്നെ ഹസ്തരേഖാശാസ്ത്രം ഒക്കെ നമ്മൾ ഇതായിട്ട് പഠിച്ചതാണ്. അതായത് സമയമെടുത്ത് പിന്നെ പുസ്തകങ്ങളിപ്പോൾ വെസ്റ്റേൺ അസ്ട്രോളജി പഠിച്ചിട്ടുണ്ട്, വെസ്റ്റേൺ പാമിസ്ട്രി പഠിച്ചു, ഇന്ത്യൻ പാമിസ്ട്രി, ഇതെല്ലാം നമ്മൾ പഠിച്ച് ഓരോ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ന്യൂമറോളജി, ഈജിപ്ഷ്യൻ ന്യൂമറോളജി ഉണ്ട്. അങ്ങനെ ഒരുപാട് തരം ശാസ്ത്രങ്ങളുണ്ട്. അതിന് ഒക്കട്ട് സയൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒത്തിരിയും സയൻസുകളൊക്കെ നമ്മൾ മെനക്കെട്ട് കുത്തിയിരുന്ന് പഠിച്ച് അതിനകത്ത് നമുക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഈ പുസ്തകങ്ങളിലും ഈ ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. നമ്മളത് ഇതൊന്നും അറിയാതെ തന്നെ പ്രാക്ടീസ് ചെയ്ത് മറ്റുള്ളവർക്ക്, അതായത് റിസർച്ച് ചെയ്താൽ ഒരുപാട് ഗവേഷണം നടത്തിയാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അത് നമ്മൾ മറ്റുള്ളവർക്ക് സൗജന്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ ആഹാരം ഉപേക്ഷിക്കുന്നതും ഒരു ത്യാഗമാണെന്നാണ് പറഞ്ഞത്. ഇപ്പം ആരോഗ്യമുള്ളവർക്ക് വ്രതം എടുക്കുക എന്ന് പറയുന്നത് ആഹാരം ഉപേക്ഷിച്ചൊക്കെയാണല്ലോ. ഇപ്പോൾ ഏകാദശി വ്രതമാണെങ്കിൽ ദിവസം ഒരു നേരം ആഹാരം കഴിക്കത്തുള്ളൂ, ഒരു നേരം. അപ്പോൾ അതും ഒരു ത്യാഗം അല്ലെങ്കിൽ ഒരു പിന്നെ സാക്രിഫൈസ് ആയിട്ടാണ് അതും കരുതുന്നത്, ഒരു ത്യാഗമായിട്ടാണ് കരുതുന്നത്. കാരണം ഒരു നേരമല്ല ആഹാരം കഴിക്കുന്നുള്ളൂ, ബാക്കി 2 നേരം നമ്മൾ ആഹാരം ഉപേക്ഷിച്ചിട്ടാണ് ആ വ്രതം എടുക്കുന്നത്. അതുകൊണ്ടാണ് പല കാര്യങ്ങൾക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ഓരോരുത്തർക്ക് എന്തെങ്കിലും ജോലി കിട്ടാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഓരോ വ്രതങ്ങൾ എടുക്കാനാണ്. അല്ലാതെ നമ്മൾ പൈസ ചിലവാക്കിയുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കത്തുമില്ല. കാരണം അതിൻ്റെ കാര്യമില്ല. എല്ലാം നമുക്ക്
ദൈവമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനുള്ള അറിവും ബുദ്ധിയും ബോധവും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി പുരാണങ്ങളിലും വേദങ്ങളിലും പറയുന്നത് ഏറ്റവും വലിയ ത്യാഗമെന്ന് പറയുന്നത് സ്വാർത്ഥതയെ ത്യജിക്കുക എന്നുള്ളതാണ്. നമുക്ക് കാണുന്ന എത്രയോ പേരുണ്ട് സ്വന്തം അച്ഛനമ്മയെ പോലും നോക്കാതെ അവരുടെ മക്കളെയും ഭാര്യയും മാത്രം നോക്കി അവസാനം അവർക്കും ഈ ഒരു അവസ്ഥ വരുമ്പം ഇതേ തിരിച്ചടി തന്നെ കിട്ടും. അതായത് ഈ അച്ഛനമ്മയെ നോക്കാത്തവർ അല്ലെങ്കിൽ വയോജന കേന്ദ്രങ്ങളിൽ കൊണ്ടാക്കുന്നവർക്ക് അവസാനം പെരുവഴിയായിരിക്കും ശരണം. കാരണം ഈ മക്കളും വളർന്നു വരുന്നത് ഇതല്ലേ കണ്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ അവരും തിരിച്ച് അവരുടെ നല്ല സമയത്ത് അവരും ഈ അച്ഛനും അമ്മയും പ്രായമായിട്ടുള്ളവരെ ഇതുപോലെ തന്നെ വഴി ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ നടയെ തള്ളുകയോ ചെയ്യും. ഉറപ്പാണ്, അതൊരു സംശയവും വേണ്ട. കാരണം കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നതിൻ്റെ തൊട്ട് എല്ലാത്തിലും ഒരു തിരിച്ചടിയുണ്ട്. പിന്നെ അതുകൊണ്ട് സ്വാർത്ഥതയ്ക്ക് വേണ്ടി പണം സമ്പാദിക്കുന്നതാണ് ഏറ്റവും വലിയ ദ്രോഹം എന്നാണ് പറയുന്നത്. കാരണം സ്വന്തം ഭാര്യയും മക്കളെയും മാത്രം മതി, വേറെ ആരും നന്നാവണ്ടെന്നുള്ള രീതിയിൽ ഇതെല്ലാം സ്വരുക്കൂട്ടി വെച്ചിട്ട് അവസാനം അവരെ പിന്നെ ഒരു 10 ദിവസം തളർന്ന് എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ കളഞ്ഞു വെച്ച് അപ്പോഴേ മക്കളും ഭാര്യയും ഒക്കെ കളഞ്ഞു പോകുന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ഈ കലിയുഗ കാലത്ത് യാതൊരു സംശയവുമില്ലാത്തൊരു കാര്യമാണ്. ഇനി പിന്നെ നമുക്ക് ധനം സമ്പാദിക്കേണ്ടെന്ന് പറയുന്നില്ല. നമുക്ക് ആവശ്യത്തിന് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ളത് സമ്പാദിച്ചതിന് ശേഷം ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് നമ്മൾ നൽകണമെന്ന് തന്നെയാണ് എല്ലാ പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. ഇനി കലിയുഗ കാലത്തിൽ ഏറ്റവും മോക്ഷം കിട്ടാനുള്ള മാർഗം പറഞ്ഞിരിക്കുന്നത് ഈശ്വരനാമ ജപം. അതിന് ഒരു പൈസ ചിലവില്ലാത്ത കാര്യമാണ്. നമ്മളെപ്പോഴും ദൈവത്തിനെപ്പറ്റി ചിന്തിക്കുക, ഈശ്വരൻ്റെ നാമങ്ങൾ ജപിക്കുക, ഇത് മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈശ്വരനാമ ജപം കൊണ്ട് കലിയുഗത്തിൽ മോക്ഷം ലഭിക്കാൻ ഒരു പ്രയാസവും ഇല്ലെന്ന് എല്ലാ പുരാണങ്ങളിലും എല്ലാ വേദങ്ങളിലും എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.